ഹലോ ഡിയർ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റാണ് തയ്യാറാക്കുന്നത്. 20 മിനിറ്റ് കൊണ്ട് നമുക്ക് ഈ ബ്രേക്ക്ഫാസ്റ്റ് റെഡിയാക്കി എടുക്കാം. വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കി എടുക്കാൻ പറ്റാവുന്ന ഒരു ബ്രേക്ക്ഫാസ്റ്റിൻ്റെ റെസിപ്പിയാണ്. നമുക്കതിന് വേണ്ടിയിട്ടുള്ള ചേരുവകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. 1 ഗ്ലാസ് വറുത്ത അരിപ്പൊടി എടുത്തിട്ടുണ്ട്. പുട്ടുപൊടിയാണ് ഞാൻ എടുത്തേക്കുന്നത്. നമ്മൾ നൈസ് പൊടി എടുത്തു കഴിയുമ്പോൾ അത് ഭയങ്കര ബലമായിരിക്കും. അപ്പോൾ അതുകൊണ്ട് ഞാൻ പുട്ടുപൊടി എടുത്തിട്ടുണ്ട്. നമുക്ക് തിളച്ച വെള്ളത്തിൽ കുഴച്ചെടുക്കണം. അരമുറി തേങ്ങ ചിരകി വെച്ചതുണ്ട്. പിന്നെ 1 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ ഒരു 5 അല്ലി വെളുത്തുള്ളി, 1 കഷ്ണം ഇഞ്ചി, ഇതൊന്ന് ചതച്ചെടുക്കണം. 1 തക്കാളി, ഒരു മീഡിയം സൈസ് സവോളയുടെ പകുതി എടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് കറിവേപ്പില, ആവശ്യത്തിന് ഉപ്പ്, വെളിച്ചെണ്ണ. അപ്പോൾ ഇത്രയും ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് നമുക്ക് എങ്ങനെയാണ് വളരെ പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാമെന്ന് നോക്കാം. അപ്പോൾ നമുക്കൊരു പാൻ വെച്ച് കൊടുത്ത് അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. നമ്മൾ ഇടിയപ്പം പത്തിരിക്കൊക്കെ തിളച്ച വെള്ളം ഒഴിച്ച് കുഴക്കില്ലേ, അതേപോലെ ഒരു രീതിയിൽ തന്നെയാണ് ഇത് നമ്മൾ കുഴച്ചെടുക്കുന്നത്. ഇപ്പോൾ ഞാൻ ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓൺ ചെയ്യാം. ഇത് തിളച്ച് വരുന്നത് വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. വെള്ളം തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഈ വെള്ളം ആവശ്യത്തിന് ഒഴിച്ചിട്ട് പൊടിയൊന്ന് കുഴച്ചെടുക്കാം. നന്നായിട്ട് തിളച്ച വെള്ളം ഒഴിച്ചാണ് ഇത് കുഴയ്ക്കുന്നത്. ഇതിൽ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ജീരകപ്പൊടി ഒക്കെ ചേർക്കാം. ഞാനിവിടെ അതൊന്നും ചേർത്തിട്ടില്ല. ഇപ്പോൾ തേങ്ങ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതുകൂടി ചേർത്ത് ഒന്ന് കുഴച്ചിട്ട് കുറച്ചൊന്ന് ചൂടാറണം. എന്നിട്ട് നമുക്ക് കൈ കൊണ്ട് നന്നായിട്ട് കുഴച്ചെടുക്കണം. അപ്പോൾ നമുക്ക് അതിന് മുന്നേ ഒരു സ്റ്റീമറിൽ വെള്ളം വെക്കണം. ഇത് നമുക്കൊന്ന് ആവി കയറ്റി എടുക്കണം. ഇനി അത് അവിടെ ഇരിക്കട്ടെ. ഇനി നമുക്ക് സ്റ്റീമറിൽ വെള്ളം വെച്ചിട്ടുണ്ട്. അപ്പോഴത്തേക്കും നമുക്കതൊന്ന് ഉരുട്ടിയെടുക്കണം. കൈവെള്ളയിലിട്ട് ചെറിയ ചെറിയ ബോളാക്കിയിട്ടൊന്ന് ഉരുട്ടിയെടുക്കാം. നല്ല എളുപ്പമായിട്ടുള്ളൊരു റെസിപ്പിയാണത്. ഇനി ഇത് ചിക്കൻ കറിയുടെ കൂടെയൊക്കെ നല്ല ടേസ്റ്റാണ് കഴിക്കാൻ. വെറുതെ കഴിക്കാനും നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഞാനിവിടെ ഇത് മുഴുവൻ ഉരുട്ടി കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് സ്റ്റീമറിലേക്ക് വെച്ച് കൊടുക്കാം. ഒരു 7 മിനിറ്റ് മുതൽ 10 മിനിറ്റ് വരെ സമയം മതി ഇത് വെന്ത് കിട്ടാനായിട്ട്. ചില അരിപ്പൊടിക്ക് ചെറുതായിട്ട് ഒട്ടലുണ്ടാവും. അപ്പോൾ നമ്മൾ ഉരുട്ടുമ്പോൾ പ്ലേറ്റിലേക്ക് കുറച്ച് അരിപ്പൊടി ഒന്ന് തൂവി കൊടുത്താൽ മതി. അപ്പോൾ പിന്നെ ഒട്ടിപ്പിടിക്കില്ല. അപ്പോൾ ഞാനിവിടെ എല്ലാ ബോൾസും ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കത് മൂടി വെച്ച് ഒന്ന് വേവിച്ചെടുക്കാം. ഇപ്പോൾ 10 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് അതിൻ്റെ മൂടി ഒന്ന് തുറന്ന് നോക്കാം. ഒക്കെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി അതൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. അതൊന്നും ഉടഞ്ഞു പോവില്ല. നമ്മളെപ്പോഴും ടേസ്റ്റ് പുട്ടുപൊടി കൊണ്ട് ഉണ്ടാക്കുകയാണ്. എല്ലാവരും പുട്ടുപൊടി കൊണ്ട് ഇത് തയ്യാറാക്കി നോക്കുക. ഞാനൊരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടായി വരുമ്പോൾ നമുക്കതിലേക്ക് സവോളയും കറിവേപ്പിലയും ഇട്ട് കൊടുക്കണം. പിന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും നമ്മൾ ചതച്ച് വെച്ചിട്ടുണ്ടായിരുന്നു, അതുകൂടി ചേർത്ത് കൊടുക്കാം. ഇത് നന്നായിട്ട് മെറൂൺ കളർ ആവുമൊന്നും വേണ്ട. ഒരു പകുതി മൂത്ത് വരുമ്പോഴത്തേക്കും നമുക്കിതിലേക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം. അപ്പോൾ സവോളയൊക്കെ മൂത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് തക്കാളി ആഡ് ചെയ്യാം. ചെറുതാക്കി അരിഞ്ഞ തക്കാളിയാണ്. ചെറുതായാണ് തക്കാളി അരിഞ്ഞെങ്കിൽ അതൊന്ന് വഴന്ന് വരണം. ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും ഒക്കെ ടേസ്റ്റ് നന്നായിട്ട് നമ്മുടെ ഈ ബോളിലേക്ക് പിടിച്ചു വരുമ്പോൾ നല്ല ടേസ്റ്റാണ്. ഇനി നമുക്ക് സവോളയും തക്കാളിയും വഴറ്റുന്നതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം.
നമ്മൾ ഉപ്പിട്ട് തിളപ്പിച്ച വെള്ളമാണ് ഒഴിച്ച് കുഴച്ചത്. അപ്പോൾ അതിന് ഉപ്പ് ആവശ്യമില്ല. ഇനി നമുക്കിതിലേക്ക് മുളക് പൊടി ചേർത്ത് കൊടുക്കാം. നിങ്ങൾക്ക് സാധാരണ മുളക് പൊടി മതിയെങ്കിൽ അത് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ കാശ്മീരി മുളക് പൊടിയാണ് ചേർത്തിരിക്കുന്നത്. മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതൊന്ന് മൂത്ത് വരുമ്പോൾ നമുക്കിനി അതിലേക്ക് നമ്മൾ ഉരുട്ടി വെച്ചിരിക്കുന്ന ബോൾസ് ഇട്ട് കൊടുക്കാം. ഇനി ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും തക്കാളിയുടെയും ഒക്കെ ടേസ്റ്റ് ഇതിലെല്ലാ ഭാഗത്തേക്കും പിടിക്കാൻ വേണ്ടിയിട്ട് നന്നായിട്ടൊന്ന് നമുക്ക് മിക്സ് ചെയ്തെടുക്കാം. നിങ്ങൾക്കപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഈ ടേസ്റ്റി ആയിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റ്. നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊരു സെർവിങ് പ്ലേറ്റിലോട്ട് മാറ്റാം. അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും ഇത് ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. തൊട്ടടുത്തുള്ള ബെൽ ബട്ടണും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യണം. നമുക്ക് വീണ്ടും പുതിയ റെസിപ്പികളുമായിട്ട് കാണുന്നത് വരെ ഓക്കെ, താങ്ക് യു.